എല്ലാവർക്കും നല്ല നമസ്കാരം. വിശാലമായിട്ടുള്ള പാടം, ഇത് ഏത് പാടമാണാവോ എന്ന് തോന്നിപ്പോവാം. ഇത് നമ്മുടെ ആനമല ജംഗ്ഷനിൽ നിന്ന്, ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്നും കൂടപ്പുഴയിലേക്ക് പോകുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇന്നവിടെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി നടക്കുകയാണ്. നമ്മുടെ MLA സനീഷ് കുമാർ ജോസഫ് വളരെ വിഭാവനം ചെയ്തുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടി, പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പ്രോഗ്രാം, ഒരു ബിസിനസ് എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഈ എക്സ്പോയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത്. പുതിയ കൃഷിരീതികളെ പറ്റി, വാട്ടർ പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങൾ തുടങ്ങിയ ഒരു കാർഷികോത്സവം എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളിലൂടെയാണ് കൃഷിരീതികളെ പറ്റി പഠിക്കുന്നത്. പാഠമുണ്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിരീതികൾ, ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാനായിട്ടുള്ള അവസരം പോലും ഇപ്പോഴില്ല. യഥാർത്ഥത്തിൽ ചിത്രങ്ങളിലൂടെയും TV-യിലൂടെയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെയുള്ള പാഠങ്ങളാണ് ഇന്ന് കുട്ടികൾ കാണുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA ഈ പരിപാടി നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ വിദ്യാർത്ഥികൾക്ക് ഈ കൃഷിരീതികളെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണ് ഈ കൃഷിരീതികൾ? യുവതലമുറയ്ക്ക് ഏതെങ്കിലും പ്രൊജക്റ്റുകൾ മാർഗ്ഗദീപങ്ങളായിട്ട് നൽകാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള കുറേ പ്രൊജക്റ്റുകളുടെ സ്റ്റോളുകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ പറയുന്ന ബിസിനസ് എക്സ്പോയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സനീഷ് കുമാർ ജോസഫ് MLAയുടെ കുടുംബവും ഒരു കാർഷിക കുടുംബമാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ കൃഷിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി, ചിറക് പദ്ധതിയിലൂടെ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ സമൂഹത്തിലെ നാനാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഇത്തരം പദ്ധതികൾ അത് പൊതുജനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് ഇതിന് നടത്തിപ്പ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു MLA ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 10 മണിയോടുകൂടി പരിപാടി ആരംഭിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുടുംബമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഈ പറയുന്ന പഠിക്കാനായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അവർക്ക് ഈ സ്റ്റോളുകൾ നടന്ന് കാണാം. അതുമാത്രമല്ല, ഫുഡ് സ്റ്റോളുകളുണ്ട്, സെൽഫി പോയിന്റുകളുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ, അതായത് നമ്മൾ ഈ കാർഷിക കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻസ്, അതിൽ പങ്കെടുക്കുന്ന അപ്പോൾ തന്നെ നമുക്ക് സമ്മാനം കിട്ടുന്നു. സെൽഫി പോയിന്റ്, മനോഹരമായ സെൽഫി പോയിന്റ്. ഇപ്പോൾ ഈ കാണുന്ന പാടത്ത് ട്രാക്ടറൊക്കെ ഇറക്കി വളരെ മനോഹരമായിട്ടുള്ള കാർഷിക കാഴ്ചകൾ, അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഏറെയുണ്ട്. ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോളുകളും കാണാം, ഫുഡും കഴിക്കാം. അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ കാർഷിക രാവാണ്, അതായത് നാടൻ പാട്ടുകൾ കൊണ്ടും കൃഷിയോത്സവങ്ങൾക്ക് തുല്യമായിട്ടുള്ള രീതിയിലുള്ള കലാപരിപാടികളും സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ചാലക്കുടിക്കാരെയും ഈ അവസരം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ കാർഷിക സർവകലാശാലയുടെ നമ്മുടെ കൂടപ്പുഴയിലുള്ള റിസർച്ച് സ്റ്റേഷനിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ചാലക്കുടിക്കാരെ, കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയും ചാലക്കുടി കൂടപ്പുഴയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്ന കാർഷിക മേള അഗ്രി ബിസിനസ് എക്സ്പോ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അഗ്രി ബിസിനസ് എക്സ്പോ എന്ന് പറയുന്നത് കൃഷി അറിവുകളുമായി കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയും നടത്തുന്നൊരു കാർഷിക മേളയാണ്. സംഭവം ആകെ ടോട്ടൽ മൊത്തത്തിൽ കളറായിട്ടുണ്ട്. 10 മണി മുതൽ ഇന്ന് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത് സെമിനാറുകളും പ്രദർശനങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് 3-ന് മന്ത്രി P. പ്രസാദ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. കർഷക അവാർഡുകളുടെ വിതരണവും നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളും 2030-ൽ കൈവരിക്കേണ്ട നേട്ടങ്ങളും അടങ്ങുന്ന പദ്ധതി രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ പ്രൈസസ് ബോർഡ് ചെയർമാൻ ഡോക്ടർ P. രാജശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ശനിയാഴ്ച മേളയുടെ 2ാം ദിന പരിപാടികൾ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. പാറ്റന്റ് ജൈവ ഫെർട്ടിഗേഷൻ യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. മിൽമ ചെയർമാൻ MT ജയൻ മുഖ്യാതിഥിയായിരിക്കും. കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ മിനി എബ്രാഹിം പാറ്റന്റ് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പരിചയപ്പെടുത്തും.
ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. സെമിനാറുകളിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടത്തുന്ന നെല്ല്, പച്ചക്കറി കൃഷികൾ ഉൾപ്പെടെ കാണാനും പരിചയപ്പെടാനും മേളയിൽ സൗകര്യമുണ്ട്. 50 സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും വിത്തുകളും തൈകളും വാങ്ങാനും കഴിയും. ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുതളിയും പരിചയപ്പെടാം. മണ്ണിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ചെടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുമുള്ള മാർഗ്ഗങ്ങൾ അറിയാനും വ്യത്യസ്ത കൃഷി മാതൃകകൾ പരിചയപ്പെടുന്നതിനൊപ്പം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സെൽഫി പോയിന്റിൽ സെൽഫി എടുക്കാനും സമ്മാനങ്ങൾ നേടാനും സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റു പല മത്സരങ്ങളുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഏത് പഴവർഗ്ഗമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞാൽ സമ്മാനം കിട്ടും. അപ്പോൾ നിങ്ങൾ കുട്ടികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോകുന്നത് നമുക്ക് അറിയില്ല. കലാപരിപാടികളുണ്ട്. എല്ലാവരെയും നമ്മുടെ അഗ്രി എക്സ്പോയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ചാലക്കുടിയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു കർഷകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. 2030 ചാലക്കുടിയുടെ കാർഷിക മേഖല എങ്ങനെയാകണം എന്നുള്ള ഒരു രീതിയിൽ ഒരു ദിശാബോധം ചാലക്കുടിയിലെ കർഷകർക്ക് പകർന്നു നൽകുന്ന തരത്തിലാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ, അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക മേഖലയിൽ ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെയുള്ള കർഷകന് കൂടുതൽ വരുമാനം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ, അവരെ പ്രാപ്തരാകുന്ന തരത്തിൽ, അവർക്ക് അറിവുകൾ പകരുന്ന തരത്തിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ എക്സ്പോ നടക്കുന്നത്. വലിയ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടിയിലെ കർഷകർക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ചാലക്കുടിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് കാർഷിക മേഖലയിലേക്ക് താല്പര്യമുണ്ടാകുന്ന തരത്തിൽ അവർക്ക് ഈ രീതികളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള എക്സിബിഷനും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കാർഷിക സർവകലാശാലയുടെയും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ശാസ്ത്രീയമായ ഇന്നത്തെ വരൾച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ജലസേചനം ശാസ്ത്രീയമായ രീതിയിൽ, അതുപോലെ തന്നെ വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം ഒക്കെ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയമായ മോഡലുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ, കാർഷിക മേഖലയിൽ നിന്ന് സംരംഭകരാകാൻ കഴിയുന്ന തരത്തിലുള്ള അത്തരത്തിൽ വിജയിച്ച ആളുകളുടെ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാം ടൂറിസം, കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാവുന്ന തരത്തിൽ, പ്രത്യേകിച്ച് അതിരപ്പള്ളിയും ആഴച്ചാലും ഒക്കെയുള്ള ഒരു ടൂറിസം പ്രദേശം കൂടിയായിട്ടാണ് ചാലക്കുടി. അപ്പോൾ ആ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫാം ടൂറിസം എങ്ങനെ നടപ്പിലാക്കാം, അതിലൂടെ കൂടുതൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ മംഗോസ്റ്റിനും റംബുട്ടാനും പോലെയുള്ള ഫ്രൂട്ട്സ് ഇനങ്ങൾ അതിൻ്റെ കയറ്റുമതി സാധ്യതകൾ, അതിനെങ്ങനെ കയറ്റുമതി ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ കർഷകർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള നിരവധി സ്റ്റാളുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചാലക്കുടി MLAയുടെ നേതൃത്വത്തിൽ നമ്മുടെ കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരുന്നതിന് ചാലക്കുടിയുടെ ഒരു ആദ്യ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു കാർഷിക മേള. അതിൻ്റെ ഒരു ആശയം നേരത്തെ പറഞ്ഞ പോലെ ടൂറിസത്തിൻ്റെയും ഫാം ടൂറിസത്തിൻ്റെയും അതുപോലെ വിളവിന് ശേഷം ഈ മൂല്യവർദ്ധിതം, ഇതിന് നമുക്കറിയാം, സെമിനാറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാർവസ്റ്റിങ്ങിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കർഷകർ കുറേയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ ഹാർവസ്റ്റിങ്ങിന് ശേഷം എങ്ങനെ മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഈ കാർഷിക മേള തീർച്ചയായിട്ടും ചാലക്കുടിയുടെ കാർഷിക മേഖല വളരെ ഒരു വികസനത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, ഈ 3 ദിവസവും കൃഷിയും അതുപോലെ തന്നെ ഇതിൻ്റെ സെമിനാറുകളും അതേപോലെ തന്നെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ 3 ദിവസവും ചാലക്കുടി പ്രദേശത്തുള്ള കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെയും കർഷകരെയും കൃഷിയുടെ തന്നെ കൊയ്ത്തുപാട്ട് മുതലുള്ള കാർഷിക കൾച്ചറൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള 3 വൈകുന്നേരങ്ങൾ ചാലക്കുടിയിലെ എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ചാലക്കുടിയിലെ എല്ലാവരും ഈ കാർഷിക മേള വന്ന് കാണേണ്ടതാണ്.